കോഴിക്കോട് വീണ്ടും നിപ വൈറസ് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കോഴിക്കോടും യോഗം ചേരും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വർഷ ഗിരീഷ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. വർഷ, ഗുഡ് മോർണിംഗ്. ഈ രോഗബാധിതന്റെ നിലവിലെ ആരോഗ്യനില എങ്ങനെയാണ്? എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് ജില്ലയിൽ? വർഷ. ജാഗ്രത മതി, ഭയം വേണ്ട എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. വേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ എന്തായാലും ഈ നിപ രോഗം സ്ഥിരീകരിച്ച ആൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലാണുള്ളത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില അല്പം ഗുരുതരമാണെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ 43-കാരനാണ് കോഴിക്കോട് വീണ്ടും നിപ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സാവിത്രി ദേവി സാബു വാർഡിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പരിസരങ്ങളിലെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക വാർഡ് പരിസരത്ത് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർക്കിംഗ് മേഖലയിലും പൂർണ്ണമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ഉൾപ്പെടെ ആശുപത്രിയുടെ പ്രധാന ഗേറ്റ് മാർഗം പുറത്തു പോകണമെന്ന് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രോഗം സ്ഥിരീകരിച്ച 43-കാരനുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരോട് ക്വാറന്റൈനിൽ പോകാനും ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തോടും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ചികിത്സിച്ച മറ്റ് ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരോട് ക്വാറന്റൈനിൽ പോകാൻ വേണ്ടി ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് 43-കാരന് നിപ രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച സാമ്പിളിന്റെ ഫലം വരും. അപ്പോൾ മാത്രമേ ഔദ്യോഗികമായി നിപ രോഗം സ്ഥിരീകരിക്കാനാവുകയുള്ളൂ. നിലവിൽ എന്തായാലും ഈ വ്യക്തി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോട് കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലാണുള്ളത്. അതേസമയം ആരോഗ്യവകുപ്പ് കർശന നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലും കോഴിക്കോട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലും യോഗം ചേരുന്നുണ്ട്. ആദ്യം നടക്കുക ജില്ലാ കളക്ടറുടെ യോഗമായിരിക്കും. രാവിലെ 10 മണിയോട് കൂടി യോഗം നടക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ശേഷമായിരിക്കും ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശദമായ ഒരു യോഗം ചേരുക. ശേഷം കൂടുതൽ വിവരങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. നിലവിൽ എന്തായാലും ആശങ്ക വേണ്ട എന്നുള്ള കാര്യം തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ജാഗ്രത മതി, മുൻകരുതൽ മതി, ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹം ഈ രോഗം സ്ഥിരീകരിച്ച 43-കാരൻ ഒരു അടച്ചിട്ട മുറി വൃത്തിയാക്കിയിരുന്നു. അവിടെ വവ്വാലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതാവാം കാരണമെന്നുള്ളതാണ് പറയുന്നത്. മറ്റ് വ്യക്തമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും നിലവിൽ ഇയാളുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഉന്മേഷ്, പ്രവിത. ശരി, അതാണ് വർഷ ഗിരീഷ് കോഴിക്കോട് നിന്ന് നൽകുന്ന വിവരം. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. മെഡിക്കൽ പ്രോട്ടോകോൾ നിശ്ചയിച്ച് നിപ ബാധിതന് ആവശ്യമായ ചികിത്സ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നൽകും. മെഡിക്കൽ കോളേജിൽ സ്റ്റോക്കുള്ള മരുന്ന് നൽകാനാകുമോ എന്നാണ് പരിശോധിക്കുക. എസ് വിനേഷ് കുമാർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വിനേഷ്, എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും? പ്രവിത, ഉന്മേഷ്, ഇന്ന് 10 മണിയോടുകൂടിയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി യോഗം ഇവിടെ തിരുവനന്തപുരത്ത് ചേരുന്നത്. ആരോഗ്യ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നിപ കോഴിക്കോട് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെഡിക്കൽ പ്രോട്ടോകോൾ തയ്യാറാക്കുക എന്നത് സംബന്ധിച്ചുള്ളൊരു തീരുമാനമുണ്ടാവും. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നിപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായൊരു മെഡിക്കൽ പ്രോട്ടോകോൾ ഫോളോ ചെയ്തിരുന്നു. അത്തരത്തിലുള്ള മെഡിക്കൽ പ്രോട്ടോകോളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇത് ആരോഗ്യമന്ത്രി തന്നെ ഇതിനെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ പോകും. നമുക്കറിയാം, കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു മെഡിക്കൽ പ്രോട്ടോകോൾ ഉണ്ട്. അത് ഫോളോ ചെയ്യാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. പ്രധാനമായും ഇപ്പം നിലവിൽ അവിടെ മരുന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് സ്റ്റോക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കിയത്. അത് റിപ്പാവൈറിൻ എന്ന മരുന്നാണ്. പക്ഷേ ഇത് എത്രത്തോളം ആളുകളിൽ കൊടുക്കാൻ കഴിയും? കാരണം ഈ രോഗം ബാധിച്ച ആളുടെ ആരോഗ്യനില കൂടി മനസ്സിലാക്കിയ ശേഷമായിരിക്കും ഇങ്ങനെയൊരു മരുന്ന് കൊടുക്കാൻ കഴിയുക. സാധാരണ നിലയിൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് 102ഉം 104 പോലുള്ള മരുന്നുകളാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ നിപ്പ ബാധിതർക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ മരുന്ന് ഇപ്പോൾ സ്റ്റോക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് മറ്റ് സിംഗപ്പൂരിൽ നിന്നോ അതുപോലെ തന്നെ മലേഷ്യയിൽ നിന്നോ മറ്റോ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ റിപ്പാവൈറിൻ കുറച്ചുകൂടെ ഫലപ്രദമാണ്. അത് പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ സ്റ്റോക്ക് ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ റിപ്പാവൈറിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിഡ്നിക്ക് ബാധിക്കാനുള്ളൊരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ പ്രോട്ടോക്കോളിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിക്കുക.
പ്രവിത ഉന്മേഷ് ദൂരത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.